ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോവാണേ. ഉമ്മൻ്റെ വീട് എന്ന് പറയുന്നത് പണ്ട് മുതലേ സന്തോഷം തരുന്ന സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഉമ്മൻ്റെ വീട്ടിലേക്ക് ഒരു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് കയറിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മൻ്റെ വീട്. ഉമ്മൻ്റെ വീട് എന്ന് പറയുന്നത് നല്ല രസമാട്ടോ. അവിടെ കാണാനൊക്കെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ്. അവിടെ കൃഷികളും അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. തറവാട് എന്ന് പറയും ഞങ്ങളിതിൽ. മീൻസ് ഇതാണ് എൻ്റെ വല്ലുപ്പ മീൻസ് ഞങ്ങൾ വായിച്ചെന്നാണ് വിളിക്കാറ്. വായിച്ചെന്ന് പറയുന്നത് വായിച്ചൊരു പ്രത്യേകത ഉണ്ട്, ഒരു വീക്ക്നെസ് ഉണ്ട്, മുറുക്കുക എന്നുള്ളത്. അഥവാ അടക്ക, ചുണ്ണാമ്പ്, വെത്തിലേക്ക് ഉപയോഗിച്ച് അത് മടക്കിയിട്ട് വായിലേക്കിടും. അത് മുറുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് കാണാനും അതുപോലെ തന്നെ കണ്ടിരിക്കുന്നതും വളരെ നല്ല ഫീലാട്ടോ. ഒരു പ്രത്യേകത ശൈലിയാണ്. ഞങ്ങൾ ഒരുപാട് തവണ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിർത്തിയില്ല. കാരണം അത് ഹെൽത്തിന് നല്ലതൊക്കെയാണെന്ന് പറയുന്നത്. അങ്ങനെ സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയൊക്കെ ആയിരുന്നു, പക്ഷേ അതൊക്കെ ഞങ്ങൾ നിർത്തിച്ച് ഇപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വായിച്ചൊരു കൃഷിക്കാരനാണ്. ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. ഇതാണ് വാഴക്കൃഷി, അതുപോലെ തന്നെ ചാമ്പക്ക, അതുപോലെ തന്നെ മീൻ കൃഷി, അങ്ങനെ തെങ്ങ്, കഴുങ്ങ്, അങ്ങനെ ഒട്ടനവധി കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ്. ഞങ്ങൾക്ക് കാണുമ്പോഴും അതുപോലെ തന്നെ അവർക്ക് വായിച്ചയ്ക്ക് ഞങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പശുവും അതുപോലെ തന്നെ ആട്, കോഴി, പ്രാവ്, അങ്ങനെ ഒട്ടനവധി മൃഗങ്ങളൊക്കെ ഉണ്ട്. വളരെ സന്തോഷം അവിടെ പോകുമ്പോഴും കാണുമ്പോഴൊക്കെ മനസ്സിന് പണ്ട് നമ്മുടെ ചെറുപ്പകാലങ്ങളൊക്കെ ഓർമ്മ വരും. ഇതാണ് വാഴക്കൃഷി കേട്ടോ. വാഴക്കൃഷിയിൽ ഉള്ളിലൂടെ ഓടാനും, ഇത് വാഴച്ചിൻ്റെ കൃഷിയാണ്, ഉള്ളിൽ ഓടാനും അതുപോലെ തന്നെ പുല്ലുകൾക്ക് പറിച്ച് പശുവിന് കൊടുക്കും ഞങ്ങൾ പണ്ട് ചെയ്യായിരുന്നു. അതൊക്കെ വളരെ സന്തോഷം തന്നെ സംഭവമാണ് കേട്ടോ. ഇതാണ് കേട്ടോ മത്തൻ. ഇത് വാഴച്ചിൻ്റെ കൃഷീൻ്റെ വേറൊരു ഇതാണ്. ഇതിൽ നിന്ന് മത്തൻ ചപ്പ് കിട്ടും. ആ ചപ്പ് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് മത്തൻ ചപ്പ് തന്നു വിട്ടിരുന്നു.